ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങളൊരു കുഞ്ഞ് ഡേ കൂടെ കണ്ടിട്ട് വരാം. ഇന്ന് ഇതിന് വെള്ളിയാഴ്ച എടുത്ത വീഡിയോ കേട്ടോ. ഇന്ന് എനക്കും ഏട്ടനും ലീവുള്ള ദിവസമാണ്. അപ്പോൾ നമ്മൾ രണ്ടാളും ലീവുള്ള ദിവസം രാവിലെ തന്നെ എണീക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. ഞാൻ എന്തായാലും രാവിലെ എണീക്കും. അതായത് രാവിലെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രാവിലെ അല്ല, ഒരു 8 മണി 7:30 8 മണിയാകുമ്പം. കാരണം കുഞ്ഞിൻ്റെ കൂടെ ഇടക്കല്ലേ ഉണ്ടാവുന്നുള്ളൂ. അപ്പം ആ ദിവസം മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. പിന്നെ ഞാൻ എണീറ്റാൽ പിന്നെ കുഞ്ഞിപ്പെണ്ണ അപ്പുറത്ത് തന്നെ എണീക്കുവേ. പിന്നെ ഏട്ടനെ കുത്തിപ്പൊക്കി ഏട്ടൻ പിന്നെ കിടക്കേ തന്നെ എത്ര കിടന്നാലും മതിയാവാത്ത ഒരാളാണ് ഏട്ടൻ. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം പിന്നെ എങ്ങനെയല്ലോ എണീപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ പറഞ്ഞു ഞാൻ കുറച്ചും കൂടി കിടക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാനും കുഞ്ഞിപ്പെണ്ണും താഴേക്ക് പോയി. അപ്പോൾ ഇവിടെ ഇടയിലൊക്കെ ആയിട്ട് റോഡിൻ്റെ ഒക്കെ സൈഡിലായിട്ട് ഇങ്ങനൊരു ബോക്സ് ഉണ്ടാവും. ഇതൊരു ചാരിറ്റി ബോക്സ് ആണ് കേട്ടോ. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ ഇത് കാണിച്ചിരുന്നു തോന്നുന്നു. അപ്പോൾ അതിൽ നമ്മൾ യൂസ്ഡ് ക്ലോത്ത്സ്, അതായത് ഭയങ്കര യൂസ് ചെയ്ത പൊട്ട ക്ലോത്ത് അല്ല, പക്ഷെ മറ്റൊരാൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു വൺസ് യൂസ് ചെയ്തത് അല്ലെങ്കിൽ നമുക്ക് ഇടാൻ പറ്റാത്ത ക്ലോത്ത്സ് അങ്ങനത്തെ ഒക്കെ അതിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് അതൊരു ഉപകാരമാവും. അപ്പോൾ അതിൽ തലേദിവസം ഞാൻ ഷെൽഫൊക്കെ ക്ലിയർ ചെയ്തപ്പോൾ ഒത്തിരി ഡ്രസ്സ് എക്സ്ട്രാ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ അതിൽ കൊണ്ടുപോയിട്ട് കുറച്ച് നേരം താഴെയൊക്കെ നിന്ന് കാറ്റൊക്കെ കൊണ്ടതിന് ശേഷം വീണ്ടും റൂമിലേക്ക് വന്നു. പിന്നെ കുഞ്ഞിപ്പൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുവാണ്. മോളെ കുളിപ്പിച്ചു, മുടിയൊക്കെ കെട്ടിക്കൊടുത്തു, പിന്നെ ഫുഡൊക്കെ കൊടുത്തു. നമ്മളൊരു 11-11:30 ആകുമ്പോൾ മുട്ട കൊടുക്കും. എന്നാൽ പിന്നെ ഉച്ചവരെ വയറ് ഫുള്ളായിട്ട് ഇരുന്നോളും. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ വിശന്നാൽ നല്ല അലമ്പാവും. അതുകൊണ്ട് ഫുള്ളാക്കി വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അങ്ങനെ മുട്ടയൊക്കെ കഴിച്ചു, വെള്ളമൊക്കെ കൊടുത്തു. പിന്നെ കുഞ്ഞിപ്പെണ്ണൻ്റെ കൂടെ കുറേ നേരം കളിക്കായിരുന്നു. കളിച്ചതിനൊക്കെ ശേഷം നമ്മൾ വിചാരിച്ചൊരു പടത്തിന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ നമ്മളെ ആശകൾ 1000 എന്ന് പറഞ്ഞിട്ടുള്ള ജയറാമിൻ്റെ പടം ഉണ്ടല്ലോ പുതിയ, അതിന് പോയി. ഞങ്ങളും മഞ്ജുച്ചിൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു. അപ്പം ധൈര സിറ്റി സെൻറ്ററിലാണ് പോയത്. അങ്ങനെ അവിടെ ചെന്ന് പടത്തിന് കയറി. നല്ല പടമായിരുന്നു കേട്ടോ, നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ഫാമിലിയൊക്കെ ആയിട്ട് കാണാൻ പറ്റിയ പടം. പിന്നെ പിള്ളേരൊന്നും അലമ്പൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല. പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് അത് കഴിച്ചുകൊണ്ടിരുന്നോളും. പിന്നെ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ദുദ്ധു ഉണ്ടെങ്കിൽ പിന്നെ നമ്മളെയൊന്നും അങ്ങനെ അടുത്തേക്കൊന്നും വരില്ല. ദുദ്ധുവിൻ്റെ കൂടെ തന്നെയാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ മെട്രോയിലാണ് കേട്ടോ തിരിച്ചു വരുന്നത്. നമ്മൾ വിചാരിച്ചു കിസൈസിലുള്ള ഒരു എന്താപ്പോൾ അതിൻ്റെ പേര്, സ്പൈസി കഫേ, അവിടെ പോയിട്ട് മന്തി കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാനിതുവരെ ഇവിടെ പോയിട്ട് മന്തി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ നല്ല മന്തിയായിരുന്നു കേട്ടോ. പിന്നെ കുണാഫ ഐസ്ക്രീം കുണാഫയും വാങ്ങി. അതും നല്ലതായിരുന്നു, ഭയങ്കര മധുരമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ കുഞ്ഞു വിശേഷം. പിന്നെ ഇത് പിറ്റേ ദിവസം എടുത്ത വീഡിയോ കേട്ടോ. പിറ്റേ ദിവസം പിന്നെ ഡ്യൂട്ടിക്ക് പോയി വൈകുന്നേരം വന്നിട്ട് പിന്നെ ജിമ്മിന് പോകാൻ ഇറങ്ങുവാണ്. കുഞ്ഞിപ്പെണ്ണ് ഏട്ടൻ്റെ കൂടെ കളിക്കുകയാണ്. അങ്ങനെ വേഗം വന്നപാട് ജിമ്മിൽ പോയി. കുറച്ച് ദിവസമായി ജിമ്മിന് പോയിട്ട്. സോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബോഡിയൊക്കെ ഒന്ന് സ്റ്റിഫായ പോലെ ഉണ്ടായിരുന്നു. എനിവേസ് റെഡിയാക്കി എടുക്കാം.